ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പുഡിംഗ് തയ്യാറാക്കിയാലോ? ഒരു മാംഗോ പുഡിംഗ് തന്നെ നമുക്ക് തയ്യാറാക്കി കളയാം. റംലാന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിംഗ് കൂടെയാണ്. ഈ ചൂടുകാലത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ നല്ല പഴുത്ത മാംഗോ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് അരിഞ്ഞത്. ചൈന ഗ്രാസ് 100 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുണ്ട്. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, പഞ്ചസാരയുണ്ട്. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള മാംഗോ ചെറിയ പീസായിട്ടുള്ളതുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്കൊരു പാൻ വെച്ച് പാനിലേക്ക് നമ്മുടെ 1/2 ലിറ്റർ പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർക്കാം. ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് ഇടുമ്പം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മാങ്ങ നമ്മളൊന്ന് മിക്സിയിലടിച്ച് അതിൻ്റെ പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും മാംഗോ പൾപ്പും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആട്ടെ. നന്നായി മിക്സ് ആകുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാൻ വെച്ച് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാം. 100 ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ബാറ്ററിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അതൊന്ന് നമ്മൾ അരിച്ചെടുക്കണം. അരിപ്പ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ കട്ട ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പ ഉപയോഗിച്ച് ചൈന ഗ്രാസ് അരിച്ചെടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ആകട്ടെ. ഇനി ചൂടോട് തന്നെ നമുക്കൊരു പുഡിംഗ് ട്രേയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നട്ട്സും മാംഗോ സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഗാർണിഷിനായിട്ട്. എൻ്റെ ആ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ അപ്പോൾ ഒരു പുഡിംഗ് ട്രേ ആണോ ഇല്ലെങ്കിൽ നമുക്ക് ഏത് ട്രേയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ട്രേയിലേക്ക് നമ്മളൊന്ന് ഇത് ഒഴിച്ച് കൊടുത്തത്. അതിനായിട്ട് ഗാർണിഷായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പോ ഇല്ലെങ്കിൽ ബദാമോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ചെറിയ രീതിയിൽ അരിഞ്ഞ മാങ്ങയുടെ പീസുമാണ് ഇട്ട് കൊടുക്കുന്നിരിക്കുന്നത്. ഇനി തണുപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതിലിട്ട് അലിഞ്ഞു പോകും. തണുപ്പിച്ചതിന് ശേഷം നമ്മളിത് മുറിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. തണുക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് നല്ല തണുപ്പോട് കൂടിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.